Sir? Sir? Yeah. Sir, everything okay, sir? Yeah, fine. It's fine. Fine? Yeah, I mean good. Yeah, it's good. ഇതിന്റെ ടേബിളിൽ വെച്ചേക്കൂ, ഞാൻ പിന്നീട് നോക്കാം. മനോഹർ, you done a good job. Thank you, sir. Yeah, please. Sir. നെക്സ്റ്റ് നമ്മുടെ കമ്പനിയുടെ പുതിയ ലീഗൽ പ്രൊസീജിയേഴ്സിനെ കുറിച്ച് മിസ്റ്റർ റഷീദ് സംസാരിക്കും. ഇവിടെ എന്തോ തപ്പുന്നേ? സരോജം, നീ എന്തായി കാണിക്കുന്നത്? അയ്യോ അച്ഛാ, നമ്മുടെ രവിവർമ്മ സാർ പോകുന്നിടത്തൊക്കെ നമ്മുടെ രാജാവ് സാറ് ഇതുപോലെയാ പരിശോധിക്കുന്നത്. അപ്പൊ ഞാനും ആ രാജാവിനെ പോലെ ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. എല്ലാം ഓക്കെയാണ്. ഇനി ബാ, നമുക്കിരിക്കാം. അമ്മ, നമുക്ക് രവിവർമ്മൻ സാർ വരുന്നവരെ പുറത്ത് വെയിറ്റ് ചെയ്താ പോരെ? ഏയ് വേണ്ട. ആ മാനേജർ പയ്യനെ എനിക്കിപ്പോ പരിചയമുണ്ട്. ഞങ്ങള് ഫോണിൽ സംസാരിച്ചതാ. വാ, നമുക്കിവിടെ ഇരിക്കാം. ആ അനിയ, ഈ ഹോട്ടലിന്റെ മാനേജർ ഏതാ? ഞാനാണ് മേഡം. എന്താണ് വേണ്ടത്? മോളെ, ഇനി രവിവർമ്മൻ സാറ് വരുന്നതിനുള്ളിൽ ഇവള് എന്തൊക്കെ കാട്ടിക്കൂട്ടുക എന്തോ. എന്റെ പേടി അതല്ല അച്ഛ. ഇനി രവിവർമ്മൻ സാർ വന്ന ശേഷം അമ്മ എന്തൊക്കെ ചെയ്യൂ എന്തോ. അതും ശരിയാണ് മോളെ. അവിടെ നല്ല തണുപ്പുണ്ട്. ബാബാ, അവിടെ ഇരിക്കാം. ഇരിക്കി. ഓടിക്കാൻ വന്നാന്ന് തോന്നിയോ? അയ്യോ സോറി മാഡം. ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ കമ്പനി ഐറ്റംസ്, ജ്യൂസ്, അതുപോലെ. ഇടി സരോജം, നീ ഒന്നും മിണ്ടാതിരിക്കേ. എന്റെ ദൈവമേ. സോറി, നമ്മളൊരാളെ വെയിറ്റ് ചെയ്യാം. അദ്ദേഹം ഉടനെ വരും. എന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്താ പോരെ? ഓക്കെ മാഡം. ഓക്കെ. രവിവർമ്മൻ സാർ ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ മോളെ. സാറിനെ നീ ഒന്ന് വിളിച്ചു നോക്കിയാൽ. സർ, മീറ്റിംഗിന്റെ ഓവറോൾ അജണ്ടയെ കുറിച്ചാണോ ചിന്തിക്കുന്നത്? ഹലോ സർ. സത്യം പറഞ്ഞ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജോലികൾ വളരെ ഭംഗിയായിട്ട് ചെയ്തു. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു, എസ്പെഷ്യലി അവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. സമയം ഒരുപാടായല്ലോ. സെർച്ച് എന്ന ഏജൻസിയാണ്. അവരതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് തന്നെ മെയിൽ ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. സാൻഡ്ര, നെക്സ്റ്റ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മീറ്റിംഗ് ഡേ ഫിക്സ് ചെയ്യണം. കഴിഞ്ഞ മാസം നമ്മളുടെ കമ്പനിയിൽ കുറെ പുതിയ എംപ്ലോയീസിനെ എടുത്തല്ലോ. അവർക്ക് പുതിയ ഐഡിയാസ് ഉണ്ടാവും. സോ ട്രൈ ടു ഗെറ്റ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം. ഷുവർ സർ, ഐ വിൽ അറേഞ്ച് ഇറ്റ്. ഗുഡ്. അടുത്ത മീറ്റിങ്ങിനെ കുറിച്ച് എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണം. ഒരുപാട് നീട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നല്ലതാണ്. ഓക്കെ സർ. ഗുഡ്. ഓക്കെ ഗൈസ്, സോ
ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അവർ റീച്ച്, അതാണ് ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം. പുതിയതായിട്ട് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ഓരോ ഇൻവെസ്റ്റ്മെന്റിലും നമ്മൾ എത്ര റീച്ചായി, ദാറ്റ് മീൻസ് നമ്മൾ എത്ര അച്ചീവ് ചെയ്തു, ഇനി നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകണം, ഇതൊക്കെ ഡിസ്കസ് ചെയ്യലാണ് ഈ സെഷൻ. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് ഏറ്റവും ആവശ്യം. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ അച്ചീവ് ഇറ്റ്. And I would like to announce an offer for you. അടുത്ത 2 മാസത്തിനുള്ളിൽ നമ്മൾ പ്രോജക്റ്റ് ഓഫീസേഴ്സ് നൽകുന്ന ബെഞ്ച് മാർക്ക് ക്രോസ് ചെയ്താൽ അവർക്ക് നമ്മൾ 3% ഇൻസെന്റീവ് കൊടുക്കും. Do you agree for that? Of course, sir. We do. ഇതാ മേഡം. താങ്ക് യു. സർ, അവരെല്ലാം അവൈലബിൾ ആണ്. സർ, ഐ എം സോറി, ഐ എം ഓൾറെഡി ലേറ്റ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. ആ മീറ്റിംഗ് വേറെ ദിവസം വെച്ചോളൂ, നോട്ട് നൗ. സർ, ആ മീറ്റിംഗ് കൂടി കഴിഞ്ഞെങ്കിൽ എല്ലാം ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാമായിരുന്നു. ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ സർ. നോ റീഷെഡ്യൂൾ ഇറ്റ് ജ്യോതി. നമ്മൾ എന്ത് തീരുമാനിച്ചോ അത് മാത്രം ഇപ്പൊ ചെയ്താൽ മതി. ഓക്കെ? യെസ് സർ. ഓക്കെ ദെൻ, താങ്ക് യു, സീ യു. രാജാറാം, വാട്ട് ആർ യു ഡൂയിങ്? വഴി മാറി നിൽക്കേ. സോറി സാർ. അതുകൊണ്ടാണല്ലോ നമ്മൾ ചാന്ദ് ബാബയെ അനുസരിക്കുന്നതും ബഹുമാനിക്കുന്നതും. ഇതിപ്പോൾ ബാബയുടെ പക്ഷത്താണ് ഞാനും. സാർ ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നില്ല. അതാണ് എന്റെയും തീരുമാനം. എന്റെ തീരുമാനം? അതിന് ഹൂ ദ ഹെൽ ആർ യു മാൻ? യുവർ ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ. പേര് രാജാറാം. നമ്മൾ ഒരു അമ്മ വിളമ്പിയ ഭക്ഷണം ഒരേ പാത്രത്തിൽ കഴിച്ച വളർന്നത്. എത്തിയില്ല. എന്താടോ താൻ ഞങ്ങളെ വരട്ടുവാണോ? ഇവിടെ വരുന്നവരോടൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ വന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുക. വെറുതെ ടൈം പാസിന് വന്നതുപോലെയാ നിങ്ങളുടെ പെരുമാറ്റം. ഭക്ഷണം കഴിക്കാനാണ് വന്നതെങ്കിൽ അത് ഓർഡർ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നോക്കൂ, ഞങ്ങൾ സത്യമായിട്ട് ഒരാളെ കാത്തിരിക്കുക. അദ്ദേഹം വന്നിട്ട് സോറി. നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ ഞങ്ങളുടെ ഒരു ടേബിൾ ലോക്കാവും. കൂടുതലായി വരുന്ന കസ്റ്റമേഴ്സ് ടേബിൾ കിട്ടാത്തതുകൊണ്ട് മടങ്ങിപ്പോവും. അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. വാ, എനിക്ക് നമുക്ക് പോവാം. നീ മിണ്ടായിരിക്കെ. രവിവർമ്മൻ സാർ വരട്ടെ. ഇയാളെ ശരിയായ പാഠം പഠിപ്പിച്ചാലേ പറ്റൂ. ശരിയായ പാഠം പഠിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ആ, പെട്ടെന്നാകട്ടെ. അമ്മേ,
രവിവർമ്മൻ സാർ ഇനി വരുന്നു തോന്നുന്നില്ല. നമുക്ക് പോവാം. എന്തിനാ മോളെ പോകുന്നേ? രവിവർമ്മൻ സാർ നമ്മളോട് അങ്ങനെ കാണിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അമ്മേ, പോകാന്നല്ലേ പറഞ്ഞത്? വാ, എണീക്കേ, എണീക്കാൻ. എണീക്കാൻ. ദാ, മോളെ നീ രവിവർമ്മ സാറിന് മെസ്സേജ് അയച്ചോ? എന്താ വരാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞോ സാറ്? ഇല്ല. ഷെടാ, അച്ഛൻ അവളുടെ പോക്ക് കണ്ടോ? ഞാൻ അവളോട് ഒരു കാര്യം ചോദിച്ചിട്ട് അത് കേട്ട മട്ടുപോലെ കാണിച്ചില്ല. ദൈവത്തിനെയും തൊഴുതില്ല, എനിക്ക് ഉമ്മയും തന്നില്ല. രവിവർമ്മൻ സാർ അവളുടെ ബോസല്ലേടി. അവൾക്ക് സാറ് വരാത്തതിൽ ടെൻഷൻ കാണും. നമ്മളോട് പറയാത്തതാ, അത്രേ ഉള്ളൂ. രവിവർമ്മൻ സാറും അങ്ങനെ പറഞ്ഞതായിരിക്കും. വെറും ഒരു ഭംഗി വാക്ക്. അത് കേട്ട് എടുത്തിയാടി ഹോട്ടലിൽ പോയത് നമുക്ക് തെറ്റുപറ്റിയത്. ഏതായാലും നീ ഇതിനെയും കെട്ടിപ്പിടിച്ചിരിക്കാതെ വല്ല പണി നോക്ക്. ഞാനാണെങ്കിൽ ആ സഹദേവൻ എന്നോട് എങ്ങനെ പെരുമാറും എന്നുള്ള ടെൻഷനില്ല. ഞാൻ നേരത്തെ ചെല്ലാൻ നോക്കട്ടെ. ആ, എന്നാലും ആ രവിവർമ്മൻ സാറ് വരാത്തതിന്റെ കാരണമെന്ന് അറിയണമല്ലോ. ഒന്ന് ഫോൺ വിളിച്ച് കാര്യം ചോദിച്ചാലോ? എന്റെ സർവാംഗവും ചൊറിഞ്ഞു കയറുകയാ. CM-മായി മീറ്റിംഗ് ഉണ്ടെന്ന് സാന്ദ്ര പറഞ്ഞപ്പോ നീ അത് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. കാരണം ചോദിച്ചപ്പോ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ കല്യാണത്തിന്റെ ജോലി. നിനക്കെന്താണ് അവിടെ? സദ്യക്കുള്ള വിറക് കയറലോ, അതോ അവിടത്തെ അരി വെക്കാനുള്ള അണ്ടാവ് ചുമക്കലോ? അല്ല, നീ അവർക്ക് വേണ്ടി അതും ചെയ്യും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിനക്ക് എന്നോടുള്ള അടുപ്പത്തിലും ആത്മാർത്ഥതയിലും വിശ്വാസമുള്ളതോട് മാത്രം എനിക്ക് തിരിച്ച് നിന്നോട് ആ അടുപ്പവും വിശ്വാസവും ഉണ്ടെന്ന് ഇനിയെങ്കിലും നീ ഓർത്തു വെച്ചാൽ കൊള്ളാം. Now you can leave. രവി, ഞാൻ പറയുന്നത് ഒന്നും പറയണ്ട, ഇറങ്ങി പോടാ. ശ്രീ, രാവിലെ പതുങ്ങിയാണല്ലോ നടപ്പ്. ഒരു മൂടില്ലാത്തതുപോലെ. എന്തു പറ്റി? ഏയ്, അങ്ങനൊന്നുമില്ല. അത് വെറുതെ. അല്ല, രവിവർമ്മൻ സാറിനോടൊപ്പമുള്ള പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? നീ അത് പറഞ്ഞില്ല. സാറ് പാർട്ടിക്ക് വന്നില്ല. വന്നില്ലേ? ഓ, അതാണ് ഈ ഓഫ് മൂഡ് അല്ലേ? അതെന്തു പറ്റി വരാതിരിക്കാൻ? ആ, അറ്റ്ലീസ്റ്റ് ഒന്ന് ഫോൺ പോലും വിളിച്ചു പറഞ്ഞില്ല വരില്ല എന്ന്. നമ്മള് ഹോട്ടലിൽ പോയി വെറുതെ കാത്തിരുന്നു, അത്ര തന്നെ. അയ്യോ, അപ്പൊ നീ കൊണ്ടുപോയ ലവ് ലെറ്റർ സാറ് വായിച്ചില്ല അല്ലേ? വരാത്ത ആൾ എങ്ങനെ വായിക്കാനാ? എന്തുണ്ടെങ്കിലും സാറ് തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് പറയട്ടെ. അതുവരെ കാത്തിരിക്കാനാ എന്റെ തീരുമാനം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാനിങ്. സംഗതിയൊക്കെ നന്നായിട്ടുണ്ട്. ഒടുവില് കൈവിട്ട് പോയിട്ട് എന്റെ മുന്നിൽ വന്നു നിന്ന് കരയരുത്. ദേ, ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. നീ പോടി അവിടുന്ന്.
മുതലാളി വേണം എപ്പോഴും കടയിൽ നിൽക്കാൻ, എന്നാലേ കച്ചവടം ശരിയായി നടക്കും. ആ അതൊക്കെ പോട്ടെ, ഞാനിപ്പോ കടയുടെ സെയിൽസ്മാനായിട്ടാണ് വന്നിരിക്കുന്നത്. പഴയ സുദർശനൻ, അത്രേ ഉള്ളൂ. എന്നെ അങ്ങനെ കണ്ടാ മതി. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. ചേട്ടന്റെ മനസ്സ് വളരെ വലുതാ. കയറി ജോലി തുടങ്ങിയട്ടെ. എന്താവശ്യമുണ്ടെങ്കിലും ഒറ്റ വിളി മതി, സഹദേവാന്ന്. ദേ ഞാൻ ഈ കൗണ്ടറിൽ ഉണ്ടാവും. എന്നാ ശരി, അങ്ങനെ ആവട്ടെ. ഞാനതെല്ലാം അപ്പോഴേ വിട്ടു. ഇനി ഡെയിലി റുട്ടീൻ തുടങ്ങണം. അതിനാ ലീവ് ക്യാൻസൽ ചെയ്ത് വന്നത്. വെരി ഗുഡ് ശ്രീലക്ഷ്മി. നിന്റെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിന്റെ ലൈഫിൽ ഇനിയും വളരാൻ ഒരുപാട് അവസരങ്ങൾ തരും. നൗ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. എല്ലാം ശരിയാവും. യെസ് മാം, എല്ലാം ഓൾറെഡി ശരിയായി കഴിഞ്ഞു. ഐ എം ഓക്കെ നൗ. ടീ കോഫി, ടീ കോഫി. ആഹാ, ശ്രീലക്ഷ്മി മാഡം വന്നോ? ഞാൻ പോയി കോഫി എടുത്തിട്ട് വരാം. ഏയ് വേണ്ട ഏട്ടാ, കുഴപ്പമില്ല. മുഴുവനില്ല, ബാക്കിയുള്ള കാശ് എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചാ മതി. ഓക്കെ, ഗുഡ്. നീ ഇപ്പൊ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യാനാണോ വന്നിരിക്കുന്നത്? യെസ് മാഡം, എനിക്ക് ജോയിൻ ചെയ്യണം. ഓക്കെ. അല്ല, ചോറ്റുപാത്രം കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാനാണോ ഉദ്ദേശം, അതോ റിയൽ ആയിട്ട് ജോലി ചെയ്യാനാണോ? യെസ് മാഡം, ഞാൻ ഉറപ്പായും ജോലി ചെയ്യും. എത്ര കഷ്ടപ്പെട്ട് വേണമെങ്കിലും ജോലി പഠിക്കാനും ചെയ്യാനും തയ്യാറായിട്ടാ ഞാൻ വരുന്നത്. മാഡത്തിന് എന്നെ വിശ്വസിക്കാം. വെരി ഗുഡ്. എന്നാ നീ തയ്യാറായിക്കോ. ഒരു 10 മിനിറ്റിനുള്ളിൽ രാജനന്ദിനി സാരിയെ പറ്റി ഒരു പ്രസന്റേഷൻ ചെയ്യേണ്ടി വരും. ചോദിക്കാം. നൗ യു ക്യാൻ ഗോ. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. ഗോ. ആഹാ, ഹലോ ശ്രീലക്ഷ്മി മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അതിന്റെ കൂടി ഇതും കൂടി ആകുമ്പോ നമുക്ക് രണ്ടാൾക്കും ശ്രീലക്ഷ്മിയുടെ ശാപം കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഓ, എന്ത് ശാപം? ഇത് ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ അവളുടെ പ്ലാനിനെ തകിടം മറിച്ചത്. ഇത്രയും നാളും ഏതെങ്കിലും രീതിയിൽ ബോൾ അവളുടെ കോർട്ടിൽ തന്നെ തിരികെ എത്തി അവള് ജയിക്കുകയായിരുന്നു പതിവ്. ഐ ഡോണ്ട് നോ വാട്ട് രാജാറാം സർ, there is something with her, some magic. അതാണ് ഇന്ന് പൊളിയാൻ പോകുന്നത്. അല്ല, സാറ് ക്യാബിനിൽ വന്നോ? ആ വന്നു, ക്യാബിലുണ്ട്. യു ആർ റൈറ്റ് മാഡം. ശ്രീലക്ഷ്മിക്കും അവസരങ്ങൾ കൊടുക്കണം, സത്യമാണ്. പക്ഷേ അവസരം മാത്രം പോരല്ലോ മാഡം, എക്സ്പീരിയൻസും വേണ്ടേ? യെസ് മാഡം, അത് തന്നെയാണ് എന്റെയും സംശയം. ലുക്ക് ഗായ്സ്, എല്ലാത്തിനും ഒരു ബിഗിനിങ് വേണം. എന്താ വേണ്ടേ? വേണം, എന്നാലേ എക്സ്പീരിയൻസ് ഉണ്ടാവൂ. ശ്രീലക്ഷ്മിയുടെ തുടക്കം ഇന്നാണെന്ന് മാത്രം. എക്സ്പീരിയൻസ് ഇല്ലാന്ന് വെച്ച് ഒരാളെ എത്ര നാൾ മാറ്റി നിർത്താൻ പറ്റും? So let's stop spoon feeding and let her start fishing, okay?
ശ്രീലക്ഷ്മിയുടെ തുടക്കം ഇന്നാണെന്ന് മാത്രം. എക്സ്പീരിയൻസ് ഇല്ലാന്ന് വെച്ച് ഒരാളെ എത്ര നാൾ മാറ്റി നിർത്താൻ പറ്റും? So let's stop spoon feeding and let her start fishing, okay? So please wish her good luck. Come on, come on, come on. Come, come, come. All the best. താങ്ക് യു. All the best. All the best. താങ്ക് യു. Srilakshmi, be prepared. 10 മിനിറ്റിനുള്ളിൽ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ അവൾ ആര് റോബോട്ടോ? അല്ല പിന്നെ. Ahead. ഈ കുട്ടിയെ കണ്ടിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ലെറ്റ്സ് സീ. യാ, ടെൽ മീ ശ്രീലക്ഷ്മി. നമ്മുടെ രാജനന്ദിനി പ്രോഡക്ട്സ് കുറച്ച് നാളുകളായി ഒരേ ഗ്രാഫിൽ നിലനിൽക്കുകയാണ്. ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല. ഐ ആം നോട്ട് ഡിനൈങ് ദ ഫാക്ട്. ഇറ്റ്സ് എ ട്രസ്റ്റഡ് ബ്രാൻഡ്. നമ്മളെല്ലാവരും അതിന്റെ ബിസിനസ് പാർട്ട്നേഴ്സുമാണ്. സോ അതിന്റെ സെയിൽസ് ഇനിയും ഇംപ്രൂവ് ചെയ്യാൻ എന്ത് പ്ലാനാണ് നടപ്പിലാക്കേണ്ടത്? ഡു യു ഹാവ് എനി സജഷൻ? ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായാലേ പറ്റൂ. All right. ശ്രീലക്ഷ്മി, ഞാൻ ഒന്നുകൂടി പറയാ, ഈ ലക്കൻ ടാലന്റ് രണ്ടാണ്. നിനക്ക് നിന്റെ ടാലന്റ് തെളിയിക്കാനുള്ള ഒരു അവസരമാണിത്. ഇത് എപ്പോഴും ലഭിക്കില്ല. പിടിക്ക്. ഡു യുവർ ബെസ്റ്റ്. കം ഓൺ. തുടങ്ങൂ ശ്രീലക്ഷ്മി. അതെ, ഇതേതായാലും വളരെ മോശമായി പോയി. നോ 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 സർ, പ്ലീസ്. നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണ്. ഈ കുട്ടിക്ക് കുറച്ച് എക്സ്പീരിയൻസ് കുറവുണ്ട്. കമ്പനിയിൽ റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ. Please, let's give her some time. എന്നിട്ടും ശരിയായില്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ രവിവർമ്മൻ സാർ വരും. അപ്പൊ സാറിനോട് പറഞ്ഞിട്ട് നിങ്ങൾ പോയിക്കോ. അതുവരെ ഒന്ന് ക്ഷമിച്ചിരിക്കണം. പ്ലീസ് പ്ലീസ് ബി സീറ്റഡ്. ചുരിദാറാക്കി എടുത്ത വേസ്റ്റ് ആവില്ലല്ലോ. നമ്മുടെ വീട്ടിൽ പഴയ ടൂത്ത് ബ്രഷ് കളയില്ല. അത് ചീപ്പ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ കാലിയായ കുപ്പികൾ ഡിസൈൻ ചെയ്ത് ഷോക്കേസിൽ വെക്കും. പഴയ കലണ്ടറിലെ ഡേറ്റുകളൊക്കെ കട്ട് ചെയ്ത് എക്സാം കാർഡായി ഉപയോഗിക്കും. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക്കിനെ റോഡ് ടാർ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെന്നാ പറയുന്നത്. ലഭിച്ച സാരിയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ജീവനാണത്.
അതെല്ലാം അവർ കുറച്ചു ദിവസം ഉപയോഗിച്ച ശേഷം മടക്കി അലമാരകളിൽ സൂക്ഷിച്ചു വെക്കാണ് പതിവ്. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സാരി ഉപയോഗിച്ച് പുതിയ തരം ഡ്രസ്സുകൾ തുന്നിയെടുക്കണം. ചുരിദാറുകൾ, ഫ്രോക്കുകൾ, എന്തിന് കൈലേസുകൾ വരെ വേണമെങ്കിൽ സാരികളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതാണ് എന്റെ അമ്മയുടെ അനുഭവം. இன்ட்ரெஸ்டிங் ஐடியா செம்ம புதுசா இருக்கு. ദ ഐഡിയ ഈസ് വെരി നൈസ്. ஆமா, இந்த மாதிரி பண்ணிட்டா நம்ம சாரீஸ் ரீசைக்கிளிங்கும் ஆகும், நம்ம கஸ்டமர்ஸும் கூடவே. It's good. It's a innovative idea for sure. ബ്രില്യൻ. ഈ ഐഡിയ എങ്ങനെ കിട്ടി ശ്രീലക്ഷ്മിക്ക്? സർ, ഈ ഐഡിയയുടെ പേരാണ് ഇഡലി ഉപ്പുമാവ്. പക്ഷേ എനിക്ക് കുറച്ച് ഷുഗർ ഉണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഷാൽ വി ടേക്ക് എ ബ്രേക്ക് ഹിയർ? Oh, yeah, fine. Let's take a break for the lunch. ശ്രീലക്ഷ്മി, ആ സമയം കൊണ്ട് പ്രിപ്പയർഡ് ആയിക്കോളൂ. ശരി സർ, താങ്ക് യു. ഇനി ഒരു മിനിറ്റ്. ഹലോ മോളെ. ആ അച്ഛാ, തിരക്കാണോ? അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല. എന്താ കാര്യം പറഞ്ഞോ? പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛാ, എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസ് വേണമായിരുന്നു. രാജനന്ദിനി സാരീസിനെ കുറിച്ചാ. അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഓർഡറിൽ പറഞ്ഞു തരുമോ? എനിക്കൊന്ന് എഴുതിയെടുക്കാനാ. പിന്നെന്താ, എനിക്കറിയാവുന്ന ഞാൻ പറയാം, നീ എഴുതിക്കോ. ആ ശരി അച്ഛാ, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാമേ. ആ ശരി ശരി. ശ്രീലക്ഷ്മി നേരത്തെ ഇവിടെ ഉണ്ടല്ലോ. ശ്രീലക്ഷ്മി ഭക്ഷണം കഴിച്ചോ? യെസ് സർ. Sit down, please. സർ. Sandra. Okay, so shall we start now? ക്വാളിറ്റിയുള്ള വാച്ചുകൾ പെട്ടെന്ന് കേടാവില്ല എന്നുള്ളതാണ്. അത് ഏറെ നാൾ ലാസ്റ്റ് ചെയ്യല്ലോ. അതുകൊണ്ട് ആരും പുതിയ വാച്ച് വാങ്ങില്ല. സെയിം സിറ്റുവേഷൻ ആണ് നമ്മുടേതും.
നമ്മൾ ഉണ്ടാക്കുന്ന സാരികൾ ഹൈ ക്വാളിറ്റിയിലുള്ളതിനാൽ ഏറെ നാള് നിലനിൽക്കും. പക്ഷേ അത് കുറച്ചുനാൾ ഉപയോഗിച്ചതിന് ശേഷം സൂക്ഷിച്ചു വെക്കപ്പെടുകയാണ്. അതിനെ നമ്മൾ പുതിയ മറ്റിനം ഡ്രസ്സുകളാക്കി തുന്നിക്കൊടുക്കാമെന്ന ഓഫർ വെച്ചാൽ അത് വർക്കൗട്ട് ആവും. അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നത്. ഒടുവിൽ ഇതെല്ലാം കേട്ടു നിന്ന ആ കമ്പനിയിലെ തന്നെ ഒരു പ്യൂൺ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. അതാണ് അവർക്ക് കോടികളുടെ നേട്ടം ഉണ്ടാക്കി കൊടുത്തത്. പിയൂൺ പറഞ്ഞ ഐഡിയ കോടികളുടെ നേട്ടം ഉണ്ടാക്കിയെന്നോ? വാട്ട് റബ്ബിഷ് ആർ യു ടോക്കിംഗ്? റബ്ബിഷ് അല്ല മാഡം, ഇറ്റ് വാസ് 100% കോമൺ സെൻസ്. അയാള് പറഞ്ഞ ഐഡിയ കേട്ടാലേ അത് മനസ്സിലാവും. ടൂത്ത് പേസ്റ്റിന്റെ സെയിൽസ് കൂട്ടാൻ അയാൾ എന്താ പറഞ്ഞത്? സിമ്പിൾ. അയാള് പറഞ്ഞത് ആ ടൂത്ത് പേസ്റ്റിന്റെ ഹോൾ അല്പം കൂടി വലുതാക്കിയാ മതിയെന്നാ. അപ്പൊ പേസ്റ്റ് പെട്ടെന്ന് തീരും. അങ്ങനെ ആളുകള് വീണ്ടും പേസ്റ്റ് വാങ്ങുന്നായിരുന്നു ഐഡിയ. ഇരിക്കൂ ശ്രീലക്ഷ്മി. അതെ മാഡം, അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതെ. അതേന്ന്. നജീബ്, what are you doing here? ജോലി എടുക്കുന്നവരെ ജോലി എടുക്കാനും സമ്മതിക്കില്ല. കേറി പോടോ. You sit down. എന്തൊരു സ്ത്രീ ഇത്, വെറുതെ ഓരോന്ന്.